പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൻ്റെ തിന്മയുടെ കെട്ടുകൾ അഴിയണം. ദൈവവചനത്തോടുള്ള തുറവിയില്ലായ്മ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി കുടുംബങ്ങൾ ദൈവവചനത്തിന് വേണ്ടി അത്ഭുത അഭിഷേകം പ്രാപിക്കണം. കഴിഞ്ഞ നാളുകളിൽ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വചനത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതിൻ്റെ ഒരുപാട് സാക്ഷ്യങ്ങൾ ലഭിക്കുകയുണ്ടായി. 1-2 നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം. കുറവലങ്ങാട്ട് നിന്ന് ത്രേസ്യാമ്മ ഒരനുഭവം രേഖപ്പെടുത്തുകയാണ്. എൻ്റെ മോള് പ്രസവിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ പുറത്ത് വെള്ളിരൂപ വട്ടത്തിൽ ഒരു വലിയ മറുകും പാടും പ്രത്യക്ഷപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വീക്കത്തിന് കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ മനസ്സിന് വല്ലാത്ത വിഷമവുമായി ഞായറാഴ്ച രാത്രിയിൽ വെറുതെ TV ചാനൽ മാറ്റിയപ്പോൾ അട്ടപ്പാടിയിൽ നടക്കുന്ന സഖീവൻ ധ്യാന കേന്ദ്രത്തിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം
ഷാലോം ചാനലിൽ കണ്ടു. അതുവരെ ഞാൻ അതിനെക്കുറിച്ച് കണ്ടിരുന്നു. ആദ്യമായിട്ടാണ് അന്ന് ടി വിയിൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നത് കാണുന്നത്. എന്തായാലും ആ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു. ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുന്നൊരു പ്രതീതിയാണ് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്. അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, എൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞു. ദിവ്യകാരുണ്യ ഈശോയെ, എൻ്റെ കുഞ്ഞിൻ്റെ മുതുകത്ത് വെള്ളി രൂപ വട്ടത്തിൽ കിടക്കുന്ന ആ നീരും പാടും പൂർണ്ണമായും സുഖപ്പെടുത്തണമേ എന്ന് കരഞ്ഞു. പിറ്റേ ദിവസം കുഞ്ഞിനെ കുളിപ്പിക്കാൻ എടുത്തപ്പോൾ കുട്ടിയുടെ മേൽ നടന്ന മുഴ അപ്രത്യക്ഷമായിരിക്കുന്നതായി കണ്ടു. ഒരു പാട് പോലും അവശേഷിക്കാതെ പൂർണ്ണമായും കുട്ടിയുടെ മേൽ നടന്ന മുഴ അപ്രത്യക്ഷമായി. അത് എവിടെയായിരുന്നു എന്ന പോലും തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം ശരീരം പൂർവ്വസ്ഥിതി പ്രാപിച്ചു. മോനിപ്പോൾ 4 മാസമായി. ഞാനിത് പല കാരണങ്ങളാൽ സാക്ഷ്യപ്പെടുത്താൻ താമസിച്ചു. ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു കുഞ്ഞിൻ്റെ മുതുകിൽ ഒരു വെള്ളി രൂപ വട്ടത്തിൽ ഒരു മുഴ, ഒരു മറുക് പോലെ പാട് പ്രത്യക്ഷപ്പെട്ടു. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അമ്മ കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കുഞ്ഞിനെ കുളിപ്പിക്കാനെടുത്തപ്പോൾ വെള്ളി രൂപ വട്ടത്തിലുണ്ടായിരുന്ന ആ മുഴ പൂർണ്ണമായി ഒരു പാടുപോലും അവശേഷിപ്പിക്കാതെ പൂർണ്ണമായും അപ്രത്യക്ഷമായ അത്ഭുതമാണ് ഈ വീട്ടമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഭവനങ്ങളിൽ, ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ യേശുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വിടുതലും സൗഖ്യമുണ്ട്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, 100,000 വേദനകളോടുകൂടെ, ഒരു 100,000 പ്രശ്നങ്ങളോടുകൂടെ ഇന്ന് വചനത്തിന് മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ കുടുംബങ്ങളെയും യേശുവെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയരോഗങ്ങളുള്ളവർ, മനവിഷമങ്ങളുള്ളവർ, പലതരത്തിലുള്ള തിന്മയുടെ പാപബന്ധനങ്ങളിൽ കിടക്കുന്നവർ, അന്ധകാര പൈശാചിക ശക്തികൾ ബന്ധിച്ചിട്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള കടബാധ്യതയുടെ ബന്ധനത്തിൽ കടന്ന് വേദനിക്കുന്നവർ, സാമ്പത്തികമായി തകരുന്നവർ, ബിസിനസ് പരാജയത്തെ ഓർത്ത് വിഷമിക്കുന്നവർ, എല്ലാവരുടെ മേലും അത്യുന്നത ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം ഉന്നത ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വചനം കേൾക്കാനുള്ള തടസ്സങ്ങൾ കുടുംബങ്ങളിൽ വിട്ടുപോകട്ടെ. രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. രോഗികളായി കട്ടിലിരുന്ന് രോഗത്തോടുകൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവെ കണ്ട നാമം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ദൈവമക്കളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവവചനം കേൾക്കുമ്പോൾ എതിർ ചിന്തകളും മല്ലടിക്കുന്ന ചിന്തകളും നിരീശ്വര ചിന്തകളും ദൈവനിഷേധവും തോന്നിയാസ സ്വഭാവവും വഷളതയും മൂഢതയും പീഡിപ്പിക്കുന്ന ദൈവമക്കളിൽ നിന്ന് എല്ലാ എതിർ ചിന്തകളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. എല്ലാ നിരീശ്വര ചിന്തകളെയും ദൈവനിഷേധ ചിന്തകളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം. ഇവിടെ ദൈവ മക്കളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്വഭാവത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, വചനം കേൾക്കണം, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കണം. ദൈവവചനം കേൾക്കുന്നത് ദൈവം ഒരു മഹോന്നത സ്വഭാവമായി അംഗീകരിക്കുന്നു. വചനം കേൾക്കാതിരിക്കുന്നത് ദൈവത്തിന് അനിഷ്ടമുള്ളൊരു സംഗതിയായി ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം വെളിപ്പെടുത്തുന്നു. ചില ചേട്ടന്മാർ, ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ നെറുകയിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, ഈ വചനമൊക്കെ ആര് പോകും, എന്നെ കിട്ടിയല്ല, വല്ല പെണ്ണുങ്ങളും പോയി വചനം കേൾക്കട്ടെ. ഇങ്ങനെ ദൈവവചനത്തെയും ദൈവവചന ശ്രവണത്തെയും നിസാരവൽക്കരിച്ച് തുച്ഛീകരിച്ച് കാണുന്ന ചില ചേട്ടന്മാരെയും ചില വ്യക്തികളെയും അച്ഛൻ്റെ ജീവിതകാലത്ത് അച്ഛൻ കണ്ടുമുട്ടാൻ ഇട വന്നിട്ടുണ്ട്. അനൽപമായിട്ടാണെങ്കിലും അവിടെ ഇവിടെയും ചില വ്യക്തികൾക്ക് ഇങ്ങനത്തെ ചില തിന്മയുടെ ബന്ധനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. ഇങ്ങനെയുള്ള ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മയെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്ന തിന്മയെക്കുറിച്ച് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു ചിന്തയുണ്ട്.
ഇഷ്ടമുള്ളവർ വചനം കേൾക്കട്ടെ, ഇഷ്ടമില്ലാത്തവർക്ക് മനസ്സുണ്ടാവുമെന്ന് വചനം കേൾക്കട്ടെ. ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഇതായിരുന്നു ആദ്യകാലത്ത് അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഓരോ വർഷം കഴിയുന്തോറും ബൈബിളിൽ ദൈവവചനം കൂടുതൽ പഠിക്കും തോറും എനിക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. ഒരു ദൈവപൈതൽ തൻ്റെ ജീവിതത്തിൽ സ്വമനസ ദൈവവചനം കേൾക്കണ്ട എന്ന് തീരുമാനിച്ച്, എനിക്ക് വചനം കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇപ്പോൾ വചനം വരുന്നില്ല എന്ന് സ്വമനസ തീരുമാനിച്ച് തൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന സമയവും ദൈവം തരുന്ന കഴിവും ദൈവം തരുന്ന ബുദ്ധിയും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും വചനം കേൾക്കാൻ വേണ്ടി പോകാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു അബദ്ധമാണ് സംഭവിക്കുന്നത്. വലിയൊരു തിന്മയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു തിന്മയുടെ പിടിയിലാണ് ആ വ്യക്തി ഇരിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ആദ്യമായി നമുക്ക് വെളിപ്പെടുത്തൽ ലഭിക്കുന്നത് യെശയ്യായുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിലാണ്. മരച്ചില്ലകൾ ഉണങ്ങി വീഴുന്നു, സ്ത്രീകൾ അത് ശേഖരിച്ച് കത്തിക്കുന്നു. വിവേകം കെട്ട ജനമാണിത്, അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല, അവർക്ക് രൂപം നൽകിയവന് അവരുടെ മേൽ പ്രസാദമില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് താല്പര്യം, എനിക്ക് അവരുടെ മേൽ ഇഷ്ടമില്ല എന്ന് ദൈവം പറയുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിഭാഗമാണ് വചനം കേൾക്കാത്തവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരത്തിൻ്റെ ഉണങ്ങിയ ചില്ല ദ്രവിച്ച് ഉണങ്ങി ഒടിഞ്ഞ് താഴത്തേക്ക് വീഴുന്നു. അതിനെ സ്ത്രീകൾ ചെന്ന് എടുത്ത് അടുപ്പിൽ കൊണ്ടിട്ട് കത്തിക്കുന്നു. അത്ര ദ്രവിച്ച് ഉണങ്ങിയ ഒരു മരച്ചിലയുടെ വില മാത്രമേ ആ വ്യക്തിക്കുള്ളൂ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. വിവേകം കെട്ട ജനമാണിത്. അവർക്ക് രൂപം നൽകിയ സൃഷ്ടാവിന് അവരുടെ മേൽ പ്രസാദമില്ല, അവർക്ക് രൂപം നൽകുന്ന അവരുടെ മേൽ കാരുണ്യമില്ല, ദൈവത്തിന് അവരെ ഇഷ്ടമില്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ യെശയ്യായുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും നമുക്കൊരു വെളിപ്പെടുത്തലുകൾ 28-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. യെശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. ഈ വചനം കേട്ട് മടുത്തു, എപ്പോഴും ഒരു ധ്യാനം, എപ്പോഴും ഒരു വചനം, ഈ വചനം ഒന്നും ഇങ്ങനെ കേൾക്കണ്ട, വചനം കേട്ടിട്ട് മടുത്തു, ഇതൊരു വലിയ പൊല്ലാപ്പായല്ലോ, ഇങ്ങനെ ചിന്തയുള്ള ഒരു ദൈവപൈതൽ ശ്രവിക്കേണ്ട വചനമാണിത്. ആ ദൈവപൈതൽ എന്ത് തിന്മയിലാണ് ഇരിക്കുന്നതെന്നും ആ ദൈവപൈതൽ ഈ തിന്മയുടെ പരിണത ഫലമായി വരുന്ന തകർച്ച എന്താണെന്നും യെശയ്യായുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നു. അവർക്ക് വചനം, നിയമത്തിൻ്റെ മേൽ നിയമം, ചട്ടത്തിൻ്റെ മേൽ ചട്ടം, ഇവിടെ അല്പം അവിടെ അല്പം, അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ അല്പം അവിടെ അല്പം, അങ്ങോട്ടൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് പോയി, അവിടെ ഒന്ന് ചെയ്ത് ഇവിടെ ചെയ്ത്, ആ ബിസിനസ് തുടങ്ങി, ഈ ഒരു സംരംഭം ആരംഭിച്ച്, അങ്ങനെ അതും ഇതും ചെയ്ത് പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തെ അവഗണിച്ച് പോകുന്നൊരു വ്യക്തിയാണോ? വചനത്തെ ഉപേക്ഷിക്കുന്നൊരു വ്യക്തിയാണോ? വചനം ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണോ? ഇതാ ബൈബിളിൽ യെശയ്യായുടെ പുസ്തകത്തിൽ 28:13 രേഖപ്പെടുത്തുകയാണ്. ഇവിടെ അല്പം അവിടെ അല്പം, അതാ അവർ പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം എന്താ വചനം പഠിപ്പിക്കുന്നത്? ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ചു തള്ളുന്നവൻ, വചനത്തെ പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവന്റെ പ്രത്യാശ വ്യർത്ഥവും അവന്റെ പ്രയത്നം നിഷ്ഫലവുമാണ്. അവന്റെ പ്രത്യാശ വ്യർത്ഥവും അവന്റെ പ്രയത്നം നിഷ്ഫലവുമാണ്. ഉണ്ടാക്കുന്നതെല്ലാം നിരുപയോഗം അത്രേ. പ്രൈസ് ദി ലോർഡ്. ഉണ്ടാക്കുന്നതെല്ലാം നിരുപയോഗം അത്രേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതത്തിന്റെ വേദന അച്ഛനോട് പങ്കുവെക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. അവർ പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ എല്ലാം ശരിയായി കഴിയുമ്പം എന്തെങ്കിലും തകർച്ച വരും, അതൊന്നും അനുഭവിക്കാൻ പറ്റണില്ല. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, 5 പൈസയുടെ മേൽഗതിയില്ല. മക്കളെ ഒത്തിരി വളർത്തി, പക്ഷെ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ചു, പല ബിസിനസ്സുകൾ തുടങ്ങി, പല സംരംഭങ്ങൾ, പല ചുവടുവെപ്പുകൾ നടത്തി, ഒന്നും ഗുണം പിടിച്ചില്ല, എല്ലാം തകർന്നു, എന്നും അധോഗതി. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ ഈ തകർച്ചയുടെ പിന്നിൽ ഇന്നലകൾ ദൈവവചനം അവഗണിച്ച് നടന്നൊരു ചരിത്രമുണ്ടോ എന്ന് നീ ചിന്തിച്ചു നോക്കണം. ഇന്ന് ഈ തകർച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇന്നലകളിൽ ദൈവവചനം അവഗണിച്ച് നടന്നതിന്റെ ഒരു ചരിത്രമില്ലേ എന്ന് തിരിഞ്ഞു നോക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകം 3:11, ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ചു തള്ളുന്ന, വചനത്തെ പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. വചനത്തെ പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്.
അവൻ ഉണ്ടാക്കുന്നത് നിരുപയോഗമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തൽ അച്ഛന് ലഭിച്ചത് നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 38 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അത് ബൈബിളിൽ നിന്ന് ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. നീ വയലിൽ ധാരാളം വിത്ത് വിതയ്ക്കും, പക്ഷേ വെട്ടുകിളികൾ തിന്നൊടുക്കുകയാൽ കുറച്ച് മാത്രമേ കൊയ്യുകയുള്ളൂ. നീ മുന്തിരിത്തോട്ടം നട്ടു വളർത്തുകയും വെട്ടിയൊരുക്കുകയും ചെയ്യും, എന്നാൽ വീഞ്ഞു കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല. പഴങ്ങൾ പുഴുക്കൾ തിന്നു തീർക്കും. നിന്റെ ദേശത്ത് എല്ലായിടത്തും ഒലിവുമരങ്ങൾ ഉണ്ടായിരിക്കും, എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല. അവയുടെ കായകളെല്ലാം കൊഴിഞ്ഞു പോകും. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. അവർ അന്യനാടുകളിൽ അടിമകളായി തീരും. നിന്റെ ഇടയിലുള്ള പരദേശി നിന്നേക്കാൾ ഉന്നതനായിരിക്കും. നീ തീരെ അധപ്പതിക്കുകയും ചെയ്യും. അവൻ നിനക്ക് കടം തരും, കടം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടായിരിക്കുകയില്ല. അവൻ നിന്റെ അധിപനായിരിക്കും, നീ അധീനനും. വീണ്ടും വചനം പറയുകയാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിന്റെ പിന്നിൽ ദൈവവചനം അവഗണിച്ചതിന്റെ ഒരു ചരിത്രമുണ്ട് തന്നെയാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 45-ാം വാക്യം പഠിപ്പിക്കുന്നത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വചനം നീ കേട്ടില്ല. ഇങ്ങനെ കുടുംബത്തിലും ജീവിതത്തിലും തകർച്ച വരുന്നതിന്റെ പിന്നിലുള്ള കാരണത്തെക്കുറിച്ച് ദൈവവചനം നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 45-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വചനം നീ കേട്ടില്ല. ദൈവവചനം കേൾക്കാതിരിക്കുന്നത് ഭൂഷണമല്ല. ദൈവവചനം കേൾക്കാതിരുന്നിട്ട് ഞെളിയുന്നത് അത് മേന്മയാണെന്ന് ഭാവിക്കരുത്. ദൈവവചനം കേൾക്കാതിരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും ഒരു ദൈവ പൈതൃക ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ അബദ്ധങ്ങളിൽപ്പെട്ട ഒന്നത്രേ. അത് വലിയ തെറ്റാണ്, അത് തിന്മയാണ്. അത് ഒരു വ്യക്തിക്കും ഭൂഷണമല്ല. അത് നിരവധി തകർച്ചകളിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവയെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കും ഒരടയാളവും അത്ഭുതവുമായിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹം തരണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവവചനത്തെ അവഗണിക്കുകയും വചനം കേൾക്കാതെ വചനത്തെ അവഗണിച്ചതിൻ്റെ അകൃത്യഭാരം ചുമക്കുന്ന വ്യക്തികളാണ് കർത്താവേ. അതുകൊണ്ട് വചനത്തെ ശ്രവിക്കാനും വചനത്തെ അന്വേഷിക്കാനും വചനം തേടാനുമുള്ള കൃപ കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളുടെ മേൽ വചനം ശ്രവിക്കാനുള്ള അഭിഷേകത്തെ പകരണമേ കർത്താവേ. ഓ കർത്താവേ, സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യാനും സത്യത്തിൻ്റെ വചനം സ്വീകരിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അനുഗ്രഹം തരണമേ. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്ന് പിടിച്ച് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ സ്തുതിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. ഓ കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അത്യുന്നത സ്വർഗത്തിൻ്റെ അത്ഭുതാഭിഷേകം വ്യാപരിക്കട്ടെ. വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണം, പ്രാർത്ഥിക്കണം, വചനം കൊണ്ട് നിറയണം, വചനം ജീവിക്കണം, വചനം പ്രാവർത്തികമാക്കണം, വചനം കേട്ട് നവീകരിക്കണം, ജീവിതത്തെ നവീകരിക്കണം. ഈ ഒരു ആഗ്രഹം കൊണ്ട് എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ കർത്താവേ. വചനം കേൾക്കുന്നതിനെക്കുറിച്ച് ദോഷചിന്തയോടെ ഇരിക്കുന്നവരിൽ നിന്ന് ആ പൈശാചിക പീഡ വിട്ടുപോകട്ടെ. വചനം കേൾക്കുന്നത് മോശമാണെന്ന് കരുതുന്നവരിൽ നിന്ന് ആ പൈശാചിക പീഡ വിട്ടുപോകട്ടെ. വചനത്തിൻ്റെ മർമ്മത്തെ ഗ്രഹിക്കാൻ തക്കവണ്ണം എല്ലാ ഉൾക്കണ്ണുകളെയും പിതാവെ തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സകല ദൈവമക്കൾക്കും വേണ്ടി മനുഷ്യനായി അവതരിച്ച വചനം ദിവ്യകാരുണ്യ രൂപനായി ഇതാ നമ്മുടെ ഓരോരുത്തരുടെയും മധ്യത്തിൽ. ഈ നിമിഷങ്ങളിൽ ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി ഓരോരുത്തരും കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. രോഗികൾ കർത്താവിനെ ഉറക്കെ വിളിക്കുക. തകർന്ന മനസ്സോടെ ഇരിക്കുന്നവർ കർത്താവിനെ ഉറക്കെ വിളിക്കുക. എത്ര ശ്രമിച്ചാലും വചനം ഒന്നും പഠിക്കാനോ വചനം ശ്രദ്ധിക്കാനോ കഴിയാത്തവർ കർത്താവിനെ വിളിക്കുക. ദൈവവചനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വെറുപ്പും അകൽച്ചയും തോന്നുന്നവർ കർത്താവിനെ വിളിക്കുക. വചനം കേൾക്കുമ്പോൾ തന്നെ ഉറക്കവും ക്ഷീണവും തോന്നുന്നവർ കർത്താവിനെ വിളിക്കുക. ദൈവവചന സംബന്ധമായ എല്ലാ കെട്ടുകളും ഈ നിമിഷങ്ങൾ അഴിയാൻ ഓരോ കുടുംബങ്ങൾക്കും വംശങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തലമുറകളായി വചനത്തെ ഉപേക്ഷിച്ച വംശങ്ങളും കുടുംബങ്ങളും ഇപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. തലമുറകളായി വചനത്തെ ധിക്കരിക്കുകയും വചനത്തെ നിഷേധിക്കുകയും നിരീശ്വര ചിന്തയിൽ കഴിയുകയും ചെയ്ത
മക്കൾ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഈ നിമിഷം കർത്താവ് കുടുംബങ്ങളുടെ എല്ലാ ചങ്ങലകളും മുറിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ, നിരവധി കാലങ്ങളായി ദൈവവചനത്തോട് അവജ്ഞയും ദൈവവചനത്തോട് അവഗണനയും കാണിച്ച എല്ലാ കുടുംബങ്ങളിൽ നിന്ന് വചനത്തോട് ധിക്കാരം കാണിച്ചതിൻ്റെ എല്ലാ തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ വെറുപ്പ് തോന്നുന്നു വരുന്ന വെറുപ്പിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവിശ്വാസ പീഡകളുള്ളവരിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ കോട്ടകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ധ്യാനം കൂടാനും വചനം കേൾക്കാനും ബൈബിൾ വായിക്കാനും ഹൃദയത്തിലും ഭവനത്തിലും ബൈബിൾ സൂക്ഷിക്കാനും തടസ്സമുള്ള വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ദൈവവചനം സ്വീകരിക്കാനും സൂക്ഷിക്കുന്ന തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹാലലിയ, 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 ഹാലലിയ. വചനം കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല, ഞാൻ വചനം കേൾക്കാൻ പോവുകയില്ല എന്ന ബന്ധനത്തിൽ കിടക്കുന്ന മക്കളിൽ നിന്ന് എല്ലാ പൈശാചിക പിടകളും യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹാലലിയ, 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 ഹാലലിയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ശ്രീനിവാസൻ എന്ന്, വീട് തൃശ്ശൂരാണ്. ഞാൻ ഒരു 19 വർഷമായിട്ട് തളിപ്പറമ്പിൽ സെൻറ്റ് ജോസഫ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 12 തീയതി ഇങ്ങോട്ട് ധ്യാനത്തിന് വരുന്നത്. എനിക്ക് അസുഖം ഉണ്ടായിരുന്നു, കയ്യും കാലും വയർക്കൽ. അതെനിക്ക് ഓർമ്മയുള്ളപ്പോഴുണ്ടായിരുന്നു. എന്നെ 4 വയസ്സിൽ 1-ാം ക്ലാസ്സിൽ ചേർത്തി. അന്നത്തെ കാര്യം മുതൽ അന്ന് മുതൽ ഇപ്പോൾ ജൂണിൽ 42 വയസ്സ് കഴിഞ്ഞു. അതുവരെ എനിക്ക് ഫുള്ള് കയ്യും കാലും വയർക്കും. സ്കൂളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 2 നേരം ഡ്രസ്സ് മാറണം. രാവിലെ ഇട്ടത് ഉച്ചയ്ക്കിടാൻ പറ്റില്ല. 1 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും ഷർട്ട് മുണ്ടാണ്, പാൻറ് ഷർട്ട് വീണ്ടും മാറണം. അങ്ങനെയായിരുന്നു. എപ്പോഴും കൈ വയർക്കും. വയർക്കാന്ന് പറഞ്ഞാൽ ഫുള്ള് വയർപ്പാ, സദാസമയം വയർപ്പാ. പരീക്ഷയ്ക്കൊക്കെ പോവുകയാണെങ്കിലോ, എക്സാമിന് പോകുമ്പോൾ ഒരു ചട്ട കൊണ്ടുപോകും. ആ ചട്ട കൊണ്ടുപോയിട്ട് അതിൽ വെച്ച് എഴുതും. എപ്പോഴും ടർക്കി ഉണ്ടാവും കയ്യിൽ. ക്ലാസ്സിലായാലും ടർക്കി ഉണ്ടാവും. പിള്ളേരെ പഠിപ്പിക്കുകയായാലും എഴുതുകയായാലും എന്ത് പറഞ്ഞു കൊടുക്കാനും എനിക്ക് കയ്യിൻ്റെ മുകളിൽ ചട്ട വയ്ക്കണം, അല്ലെങ്കിൽ ഫുൾ ടർക്കി വയ്ക്കണം. അങ്ങനെ എഴുതിയിരുന്നത്. ഓഗസ്റ്റ് 12 ഇവിടെ വന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ 12, 13, 14, 15, 16 കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് കൈ വരക്കേണ്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലത് സ്കൂളിൽ പോയപ്പോഴാണ് സംഭവം എല്ലാം മാറിയെന്നുള്ളത്. 42 വയസ്സുള്ള അസുഖം ഇവിടെ വന്നപ്പോഴാണ് മാറിയത്. ഈ ധ്യാനം കൂടി ഇപ്പോൾ. എന്നാ ധ്യാനം കൂടിയത്? ഓഗസ്റ്റ് 12, 2007 ഓഗസ്റ്റ് 12, 2007 ഓഗസ്റ്റ് 12-ാം തീയതി ശ്രീനിവാസ മാഷ് സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് യേശുവേ എന്ന് പറഞ്ഞ് ദൈവജനത്തോടൊപ്പം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 42 വർഷത്തോളമായി ശ്രീനിവാസ മാഷ അലട്ടിയിരുന്ന ശരീരം എപ്പോഴും വേർത്തുകൊണ്ടിരുന്ന രോഗപീഠ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പൊ കാലെല്ലാം വയർക്കുന്നില്ല. ഇത് കണ്ട കാലൊക്കെ നല്ല ഉണങ്ങിയിരിക്കുന്നു. വരണ്ട പോലെ ഉണ്ട് കൈ കാലെല്ലാം. കൈയൊക്കെ വയർക്കാൻ വെള്ളം മുഖത്തൊഴിക്കിപ്പോ. ഹല്ലേലൂയ. ഓഗസ്റ്റ് 12-ന് ആ ധ്യാനത്തിൽ കൂടിയതിന് ശേഷം പിന്നെ ഇന്ന് വരെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അത് വിട്ടുപോയി, ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരു സ്കൂളിൽ ശ്രീനിവാസ മാഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് ട്രീറ്റ്മെന്റിന് വല്ലതും പോയിട്ടുണ്ടോ? ട്രീറ്റ്മെന്റിന് എനിക്ക് ഓർമ്മയുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 28 വർഷമായി. ചെറുപ്പം മുതൽക്ക് എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും ജോലി കിട്ടിയപ്പോഴും പോയപ്പോഴും ഉള്ള സ്ഥലം മുഴുവൻ പോകാത്ത സ്ഥലങ്ങളില്ല. അച്ഛൻ ജീവിച്ചിരുന്ന കാലം മുഴുവൻ ശ്രീനിവാസ മാഷയുടെ ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ട്. അതിനുശേഷം ശ്രീനിവാസ മാഷ് ഒറ്റയ്ക്കും ഒരുപാട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ബോംബെയിൽ പോയിരുന്നു, വയർപ്പ് മാറാനായിട്ട്. എന്നിട്ട് മാറിയില്ല. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും പോയിട്ടുണ്ട്. മദ്രാസിൽ പോയിട്ടുണ്ട്. എല്ലായിടത്തും. കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ഡോക്ടർമാരില്ല. അങ്ങനെ പോയിട്ടുണ്ട് കുറേ സ്ഥലത്ത്. കേരളത്തിന് പുറത്ത് മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിലൊക്കെ ചികിത്സിച്ചിട്ടും സൗഖ്യമാകാത്ത ഈ രോഗപീഠയുമായി മനസ്സ് തകർന്ന് ശ്രീനിവാസ മാഷ് വന്ന് സമൂഹത്തോടൊപ്പം യേശുവേ എന്ന് വിളിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ആ രോഗപീഠ അത്ഭുതകരമായി വിട്ടൊഴിഞ്ഞു പോയി. അത് മാത്രമല്ല, എൻ്റെ ചേച്ചിക്ക് 50 വയസ്സായി. ഈ അസുഖം മൂത്ത പെങ്ങൾക്കുണ്ട്, അവളുടെ മാറി. ശ്രീനിവാസ മാഷക്ക് മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന 50 വയസ്സുള്ള പെങ്ങളുടെയും ഇതേ രോഗം മാറി. ഇപ്പം തീരെയില്ല, മാറിപ്പോയി. ചേച്ചി പറഞ്ഞോളൂ. കൈയടിച്ച് കരങ്ങൾ ഉയർത്തിയടിച്ച്
അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തുറന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തുറന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ.